മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 9955409553. വേലൂർ സ്വദേശിയും മാധ്യമപ്രവർത്തകനുമായ BS സനോജ് കഥയെഴുതി സംവിധാനം ചെയ്ത അരിക് എന്ന സിനിമയുടെ പ്രദർശനം കേച്ചേരി സവിത തിയേറ്ററിൽ നടന്നു. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർവഹിച്ച സിനിമയുടെ പ്രദർശനം വേലൂർ ഫിലിം സൊസൈറ്റിയാണ് ഒരുക്കിയിരിക്കുന്നത്. പുരോഗമന ചിന്താഗതിക്കാരും അഭ്യസ്ത വിദ്യരുമെന്നും അവകാശപ്പെടുമ്പോഴും മലയാളികളുടെ മനസ്സിൽ നിന്നും വേരറ്റു പോകാത്ത ജാതിയും ചിന്തയും വിവേചനവും തുറന്നു കാണിക്കുന്ന സിനിമയാണ് അരിക്. സമൂഹത്തിലെ ഉയർന്ന പദവികൾ അലങ്കരിക്കുമ്പോഴും അവരെ ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിൽ അവജ്ഞതയോടെ നോക്കിക്കാണുന്ന വർണ്ണ വെറിയന്മാർക്കുള്ള ശക്തമായ പ്രഹരമായി സിനിമ മാറുന്നുണ്ട്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ദിനംപ്രതി ദളിതർക്ക് നേരെ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങളും ജാതി കൊലകളുടെ ഭീകരതയും പ്രതിഷേധത്തോടെ നോക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ കപട പുരോഗമനവാദികളെയും സിനിമ തുറന്നു കാട്ടുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകളിലൂടെ കേരളത്തിന് ലഭിച്ച സാമൂഹിക സാംസ്കാരിക നേട്ടങ്ങളും പിന്നോക്ക വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യവും ഉന്നമനവും ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും ദളിതർ കരുത്തു നേടി ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ട് എന്ന് സിനിമ ഓർമ്മപ്പെടുത്തുന്നു. പ്രശസ്ത സിനിമാ താരങ്ങളായ ഇർഷാദ്, ഷെന്തിൽ കൃഷ്ണ, റോണി ഡേവിഡ്, ആർട്ടിസ്റ്റുകളായ പ്രശോഭ് വേലൂർ, ധന്യ, അനന്യ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഷെന്തിൽ കൃഷ്ണ വേഷമിട്ട കമ്മ്യൂണിസ്റ്റുകാരനായ കോരനിലൂടെയാണ് 3 കാലഘട്ടങ്ങളിലെ കഥ പറയുന്നത്. ഷെന്തിൽ കൃഷ്ണയുടെയും ഇർഷാദിന്റെയും അഭിനയ മികവ് പ്രശംസനീയമാണ്. സംവിധായകൻ സനോജ്, നടന്മാരായ ഷെന്തിൽ കൃഷ്ണ, പ്രശോഭ് വേലൂർ തുടങ്ങിയവർ പ്രദർശനം കാണുവാൻ തിയേറ്ററിലെത്തി. നിങ്ങളുടെ ചുറ്റുപാടിൽ നടക്കുന്ന ഒരു, അതായത് ഈ സ്ഥലമാണ്, അപ്പോൾ ഇവിടുത്തെ ഒരാളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിരുന്നത് ഇവിടുത്തെ സ്ലാങ് ആണ്, നിങ്ങൾ സംസാരിക്കുന്ന തൃശ്ശൂർ ശൈലി. അത് കോരൻ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാനൊരു തിരുവനന്തപുരംകാരനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പണ്ട് ചാനലിലൊക്കെ ചെയ്തിരുന്നത് തിരുവനന്തപുരം ശൈലിയാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന സിനിമയിൽ മണിച്ചേട്ടന്റെ കഥാപാത്രം ചെയ്തപ്പോൾ അതിനകത്ത് തൃശ്ശൂർ ചാലക്കുടി സ്ലാങ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ തൃശ്ശൂര് ഇത് കുറച്ചുകൂടി 3 കാലഘട്ടവും 3 ഏജും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ നമ്മൾ സംസാരിക്കുന്ന ശൈലിയിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണമായിരുന്നു. അപ്പൊ അതിന് സനോജേട്ടൻ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും പിന്നെ കുറെ ആൾക്കാരെ ഞാനിങ്ങനെ നിരീക്ഷിച്ച് അങ്ങനെ എല്ലാം കൂടെ ഒത്തു വന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ പങ്കുവെക്കണം. അത് എഴുതി മറ്റുള്ളവരെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കണം. താങ്ക് യു. വേലൂർ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് CF രാജു, സെക്രട്ടറി സകേഷ് മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. VCV ന്യൂസ്, വേലൂർ. You are watching VCV News.